മാമ്പഴ പുളിശ്ശേരി ഇതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾക്കൊരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. പഴുത്ത മാങ്ങ വെച്ച് മുറിച്ച മാങ്ങയിലേക്ക് നമ്മൾ അരച്ച മുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങ ഇവിടെ വേവാൻ വെച്ചു. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് മാങ്ങ പുളിശ്ശേരിയിലേക്ക് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് 5-6 ചെറിയ ഉള്ളി. നമ്മൾ കുറച്ച് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരയ്ക്കുന്നത് തൈര് ഒഴിച്ചിട്ടാണ്. മാങ്ങ ഇതാ ഇവിടെ വെന്തിട്ടുണ്ട്. എന്താ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ എടുത്ത മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക തരം ടേസ്റ്റ് കിട്ടും. മാമ്പഴ പുളിശ്ശേരിക്ക് വെച്ച് അടിച്ചെടുക്കാം. അരച്ച മിശ്രിതം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പുഴുക്കലരി വറുത്ത് പൊടിച്ചതാണ്. ഈ പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പുളിശ്ശേരിക്ക്. ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മൾക്ക് പുളിശ്ശേരിയിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാം. പാത്രം വെച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 ഉലുവ ഇട്ട് കൊടുക്കുക. വറവിൽ ഉലുവ ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മുളക് ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്യാം. കറിവേപ്പില, വറവിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച 10 മിനിറ്റ് മൂടി വയ്ക്കണം. ഇഷ്ടമായ താങ്ക്സ് ഫോർ വാച്ചിങ് ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.